ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്ഗുവേ ചാനൽ. 2025 റിലീസ് ചെയ്ത ഒരു ഇന്ത്യൻ മലയാള ഭാഷ ഹൊറർ കോമഡി ഫാൻറ്റസി ചിത്രമാണ് സർവമായ. പ്രധാന വേഷത്തിലായി എത്തുന്നത് നിവിൻ പോളി, അജു വർഗീസ്, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ, റിയ ശുഭു. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് പരിചയമുള്ള മുഖങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് ഈ സിനിമ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അഖിൽ സത്യൻ. നിങ്ങൾക്കറിയാം, പാച്ചും അത്ഭുത വിളക്കും ഫഹദ് ഫാസിലിൻ്റെ സിനിമ ഡയറക്റ്റ് ചെയ്ത സത്യനന്ദിക്കാടിൻ്റെ മകനും കൂടെയാണ് അഖിൽ സത്യൻ. പുള്ളി എഡിറ്റിങ്ങിലും കൈവച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ആൻഡ് അജയ് കുമാർ ആൻഡ് രാജീവ് മേനോനാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രഫി ശരൺ വേലായുധമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മ്യൂസിക് സംവിധാനത്തിലേക്ക് വരുമ്പോൾ ജസ്റ്റിൻ പ്രഭാകരൻ. നിങ്ങൾക്കറിയാം, തമിഴിലാണ് കൂടുതൽ പുള്ളി ഉള്ളത്. ജസ്റ്റിൻ പ്രഭാകരൻ ഇപ്പോൾ മലയാളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഹൃദയപൂർവ്വം സിനിമ, ലാലേട്ടൻ സത്യനന്ദിക്കാടുള്ള ഹൃദയപൂർവ്വം സിനിമയിലൊക്കെ ജസ്റ്റിൻ പ്രഭാകരനായിരുന്നു മ്യൂസിക് ചെയ്തിരുന്നത്. ഈ സിനിമയും കൂടെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഫഹദ് ഫാസിലിൻ്റെ ഒരു പടം ഇറങ്ങിയല്ലോ, ഓടും കുതിര ചാടും കുതിര. അതിലൊക്കെ ജസ്റ്റിൻ പ്രഭാകരനായിരുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു സിനിമ. കാരണം നിവിൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്, ടു ബി ഓണസ്റ്റ്, ഈ ഒരു ഫാമിലി ഓഡിയൻസിനെ ഫുൾഫിൽ ചെയ്ത് ഒരു ചെറു തമാശകളൊക്കെ തന്ന് ഒരു ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് നല്ല വാംതായിട്ട് കണ്ടിരുന്ന് നല്ല കിടിലനായിട്ട് ബ്ലെൻഡ് ചെയ്ത് നല്ല സ്ലോ ആയിട്ട് പടത്തിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റും. അത് തന്നെയാണ് നിവിൻ്റെ ഏറ്റവും വലിയൊരു കംബാക്ക് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. അതായത് നിവിന് ഒരു ഫാമിലിയെ പിടിച്ചിരുത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോണ് നിവിൻ കുറച്ച് കാലമായിട്ട് വിട്ടു. അതായത് ആ കംഫർട്ട് സോണ് മാറി, അല്ലെങ്കിൽ ആ കംഫർട്ട് സോൺ സിനിമകൾ ചെയ്യാതെ ഒന്ന് മാറിയപ്പോഴേക്കും ആ ഒരു ട്രാക്ക് അപ്പാടെ മാറി. അപ്പോൾ ഇപ്പോൾ തിരിച്ച് ആ കംഫർട്ട് സോണിൽ വന്നപ്പം ഒരു കംബാക്ക് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന റിവ്യൂസ്, അല്ലെങ്കിൽ കേട്ട റിവ്യൂസ്, അല്ലെങ്കിൽ അറിഞ്ഞ റിവ്യൂസ്, അല്ലെങ്കിൽ നമ്മൾ കണ്ട റിവ്യൂസ്, ഇപ്പോൾ ഞാൻ വൃഷഭ രാവിലെ കണ്ടു, പോയി. ദാറ്റ്സ് എ പാൻ ഇന്ത്യൻ അപരാധം, പോയി. അപ്പോൾ ഇനി ക്രിസ്മസ് വിന്നറായിട്ട് വേറെ ആരും ഇല്ല. ക്രിസ്മസ് വിന്നർ എന്നെ സംബന്ധിച്ചിടത്തോളം നിവിൻ പോളി തന്നെയാണ്. ഇനിയിപ്പം എന്തായാലും വൃഷഭയുടെ സ്ക്രീനുകൾ കുറയും, കാരണം നെഗറ്റീവാണ് വരുന്നത്. സർവമായയുടെ സ്ക്രീനുകൾ കൂടും, അതിൽ സംശയമൊന്നുമില്ല. ക്രിസ്മസ് സർവമായ നിവിൻ പോളി തൂക്കും. മൊത്തത്തിൽ ഒരു എന്താ പറയുക, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ അജു വർഗീസ് ഉണ്ട്, ജനാർദ്ദനനുണ്ട്, പ്രീതി മുകുന്ദൻ. നിങ്ങൾക്കറിയാം, ആസ കൂടെ സായാബേങ്കറിനോടുള്ള പാട്ടിലുള്ള ആസ കൂടെ എന്നൊരു പാട്ടുണ്ടല്ലോ, നീ പേസ ലൈറ്റ് ആസ കൂടെ, ആ പാട്ടിലുള്ള നടിയാണ്. നിങ്ങൾക്കറിയാം, ഇപ്പം 2-3 മലയാള സിനിമ ഹൃദു ഹരുവിൻ്റെ കൂടെ ഒരു മലയാള സിനിമയിൽ എന്തോ ഉണ്ട്, ആ സിനിമയുടെ പേരെന്തോ വിട്ടുപോയി. അതൊരു അപരാധം പടമായിരുന്നു. വന്ന് പോകുന്നുണ്ട് ഈ പടത്തിൽ പ്രീതി മുകുന്ദൻ. പിന്നെ അജു വർഗീസും നിവിൻ പോളിയും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, ആ ഒരു ബോണ്ട്, അതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് 100% ധൈര്യമായിട്ട് പോയിരുന്ന് നല്ല സന്തോഷമായിട്ടിരുന്ന് പോയി കണ്ടുകൊണ്ടിരിക്കാം. അഖിൽ സത്യൻ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, ഇതൊരു ഹൊറർ കോമഡിയാണ്. പേടിക്കാനുള്ള കോമഡി അല്ലെങ്കിൽ പേടിക്കാനുള്ള ഹൊറർ പ്രേതങ്ങൾ അങ്ങനെയൊന്നുമില്ല. കണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചിരിച്ച് അവിടെ ഒന്ന് വാമത്തായിട്ടിരുന്ന സമയങ്ങളൊക്കെ ഒന്ന് ചിലവഴിക്കാനുള്ള ഒരു നല്ല നൈസ് പടം. നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അഖിൽ സത്യൻ. എനിക്കൊരു നല്ല രീതിക്ക് ഇഷ്ടപ്പെടും. നിവിൻ പോളിയെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയേണ്ടത്. നിവിൻ പോളിയുടെ ആ കംബാക്ക് അത് വേണം. കാരണം നിവിൻ പോളി ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അറിയാലോ ഡൗൺഫോളിലാണ്. ആൻഡ് ഇപ്പോൾ ഫാർമ സീരീസും മിക്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നിവിൻ പോളി ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു December 19 എന്തോ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജിയോ ഹോട്ട്സ്റ്റാറിൽ. അപ്പോൾ ആ ഫാർമ സീരീസിനും റിവ്യൂസൊക്കെ മിക്സ്ഡ് ആയിരുന്നു, നല്ല റിവ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതൊരു തീർച്ചയായിട്ടും എല്ലായിടത്തും നല്ല റിവ്യൂ തന്നെയാണ്. അപ്പോൾ ഞാൻ കണ്ടിടത്തോളം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സിനിമ കണ്ടുവന്നപ്പോഴും ആൾക്കാരൊക്കെ നല്ല റിവ്യൂ എന്നാൽ സംസാരിച്ച പടം കൊള്ളാല്ലേ, നിവിൻ തിരിച്ചു വന്നല്ലേ, നിവിൻ തിരിച്ചു വരണം എന്നൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആൾക്കാരൊക്കെ. അത് കേട്ടപ്പോൾ ഒരു സന്തോഷം. കാരണം നിവിൻ തിരിച്ചു വരണമെന്ന് സത്യം പറഞ്ഞാൽ നിവിനേക്കാളും മലയാള പ്രേക്ഷകർക്ക്, മലയാളികൾക്കാണ് താല്പര്യം കൂടുതൽ. കാരണം പുള്ളി ഇപ്പോൾ ഒരു ഡൗൺഫോളിലാണ്, പുള്ളി ഒന്ന് എഴുന്നേൽക്കണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സിനിമയിൽ ആ ഒരു കംബാക്ക് വന്നിട്ടുണ്ട്. ഇനി ആ കംഫർട്ട് സോണും ഇടയ്ക്കൊന്നും ചെയ്തൊക്കെ പോയാൽ പുള്ളിയെ അട്ടിമറിക്കാനും തള്ളിമറിക്കാനൊന്നും ആർക്കും പറ്റൂല. കാരണം പുള്ളിക്ക് ഒരു കോമഡി ടൈമിംഗ് ഉണ്ട്. അതായത് മുമ്പ് പ്രൈം ടൈമിലും ലാലേട്ടൻ ചെയ്തതുപോലെ ആ ഒരു ടൈമിൽ, അതായത് നാച്ചുറൽ കോമഡി നിന്ന് ഇങ്ങനെ പതിയെ
ചുമ്മാ സംസാരിക്കുമ്പോൾ ചെറുതായിട്ട് ആ ഒരു ടൈമിങ്, ആ റൈമിങ് ഉള്ളത്, ലാലേട്ടൻ്റെ ആ ഒരു സാധനം, ഈ യൂത്തന്മാരിൽ ഞാൻ കണ്ടിട്ടുള്ളത് നിവിൻ പോളിയാണ്, ആ കോമഡി ടൈമിംഗ് ഒക്കെ അത് അതുപോലെ തന്നെ നിവിൻ പോളിക്ക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടുന്ന ഒരു അവസരങ്ങളിൽ ഇങ്ങനെയും സിനിമകളൊക്കെ വന്ന ആ ഒരു പ്രൈം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ത്രോൺ പിടിച്ചു വയ്ക്കാൻ നമുക്ക് പറ്റും. അപ്പോൾ പിന്നീട് 2-3 പടങ്ങൾ മോശമായിട്ട് വന്നാലും ഈ ഒരു പടത്തിലേക്ക് പിടിച്ചു നിൽക്കാനൊക്കെ ഇത് അപ്പാടെ ചേഞ്ച് ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ മാറിപ്പോയത്. പിന്നെ അജു വർഗീസ് സിനിമയിൽ വരുന്നുണ്ട്. അജു വർഗീസിനൊക്കെ ഇടയ്ക്കൊക്കെ ഒരു മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, അതൊക്കെ കേൾക്കാൻ നല്ല സുഖമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നന്നായിട്ട്. പിന്നെ റിയ ഷിബു നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പ്രൊഡ്യൂസറാണ്, വളർന്നു വരുന്ന ഒരു പ്രൊഡ്യൂസർ. പുള്ളിക്കാരി ഒരു പ്രൊഡ്യൂസറുടെ മകളുമാണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ആ വിവരം അറിയില്ല. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്കാരി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രമായിട്ട്, ഒരു ജെൻസി കഥാപാത്രം പോലെ നന്നായിട്ട്. നിങ്ങൾക്ക് അതൊരു സിനിമയിലെ ഒരു മെയിൻ പോസിറ്റീവാണ്. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരി കാണാനും ക്യൂട്ടാണ്. ഞാൻ ക്യൂട്ടായതുകൊണ്ടല്ല നന്നായിട്ടെന്ന് പറയുന്നത് നിങ്ങൾ പറയരുത്, നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ പ്രീതി മുകുന്ദനും വന്നു പോകുന്നുണ്ട് പിന്നെ ജനാർദ്ദൻ, അങ്ങനെ നിങ്ങൾ കണ്ട കുറേ മുഖങ്ങൾ വേറെയും സിനിമയിലുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ എന്താ വെച്ചാൽ ഒരുപാട് അങ്ങ് പൊക്കി അടിക്കാനും തള്ളിമറിക്കാനുള്ള കോമഡികളോ ആർപ്പ് വിളിച്ച് ചിരിക്കാനുള്ളതോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇരുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഫീൽ ഗുഡായിട്ട് നല്ല മൊമെൻ്റ് ആയിട്ടൊക്കെ നിന്ന് നല്ല ഹാപ്പി ആയിട്ടൊക്കെ നന്നായിട്ട് ഇരുന്ന് സിനിമ കണ്ടുപോകാൻ പറ്റും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ജസ്റ്റിൻ പ്രഭാകരൻ്റെ മ്യൂസിക് നല്ലപോലെ ഒരു പാട്ടുകളായിരുന്നാലും ഒറിജിനൽ സ്കോറുകളായിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലായിരുന്നാലും നല്ല സ്മൂത്തായിട്ട് അലിഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ജസ്റ്റിൻ പ്രഭാകരൻ ചെയ്ത്. അഖിൽ സത്യൻ പാച്ചുവും അത്ഭുത വിളക്കും നല്ലൊരു ഹിറ്റ് സിനിമയായിരുന്നു. അതുപോലെ തന്നെ സർവമായവും നല്ലൊരു ഹിറ്റ് സിനിമ തന്നെയായിരിക്കും. അതായത് അച്ഛൻ്റെ അതേ വരിപ്പാത തന്നെയാണ് അഖിൽ സത്യനും ചെയ്യുന്നത്. ഒരു ഫീൽ ഗുഡ് സാധനങ്ങൾ, അച്ഛനും അങ്ങനെയാണല്ലോ, ഫീൽ ഗുഡിൻ്റെ ഒരു ആളാണല്ലോ, ഫീൽ ഗുഡിൻ്റെ പടങ്ങൾക്ക് ഇപ്പം ലാസ്റ്റ് ഹൃദയപൂർവ്വം കൊണ്ടുവന്നു. അപ്പോൾ അതുപോലെ ഇതും ഒരു ഫീൽ ഗുഡ് സാധനമാണ്. പക്ക ഒരു ലവബിളായിട്ട് എൻജോയബിളായിട്ട് നിങ്ങൾക്ക് ഇരുന്ന് സമാധാനമായിട്ട് കണ്ട് സന്തോഷമായിട്ട് തിരിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ. അത് തന്നെയാണ് സർവമായ. ഏറ്റവും ഉപരി നിവിൻ തിരിച്ചു വരവ്, നിവിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ് സർവമായ. കാരണം പുള്ളിക്കാരൻ ഈ ഒരു കോമഡി ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു ഈ കംഫർട്ട് സോണിലൊരു പടം മതി പുള്ളിക്കാരൻ്റെ ബോക്സ് ഓഫീസും അല്ലെങ്കിൽ എന്താ പറയുക റിവ്യൂസൊക്കെ വരാനായിട്ട്. കാരണം നിങ്ങൾക്ക് ഇതിന് മുമ്പ് പുള്ളി ചെയ്തിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ചെറിയൊരു തീപ്പൊരി കിട്ടിയാൽ പുള്ളി അടിച്ചു കയറും. അപ്പം തീർച്ചയായിട്ടും നിവിൻ പോളിയുടെ ഒരു നല്ലൊരു കംബാക്ക് തന്നെയാണ് സിനിമ. അജു വർഗീസ്, റിയ ഷിബു, പ്രീതി, ജനാർദ്ദൻ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അഖിൽ സത്യൻ റിട്ടൺ, ഡയറക്ഷൻ, എഡിറ്റഡ്, വാവ് മാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ജസ്റ്റിൻ പ്രഭാകരൻ്റെ മ്യൂസിക് നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ ക്രിസ്മസ് നിവിൻ പോളി തൂക്കി.